പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ സ്ട്രോബെറി ഷേക്കാണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. 4-5 പഴുത്ത സ്ട്രോബെറി, തണുത്ത ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല്, പിന്നെ ആവശ്യാനുസരണം പഞ്ചസാര, പിന്നെ സോക്ക് ചെയ്ത ആൽമണ്ടാണ്. 5-6 ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസായ ബൂസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, ഓപ്ഷണലാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പഴുത്ത സ്ട്രോബെറി ആദ്യം ഇട്ട്, നല്ല പഴുത്ത സ്ട്രോബെറി തന്നെ ഇതിന് ഉപയോഗിക്കണം, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ തണുപ്പിച്ച പാല്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് വേണമെങ്കിൽ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ആവശ്യാനുസരണം പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട്, പകരം നമുക്ക് കാഷ്യൂനട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറി ഉപയോഗിക്കാം. പിന്നെ ബൂസ്റ്റിന് പകരം നമുക്ക് ഹോർലിക്സും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് സ്ട്രോബെറി ഷേക്കിന് നൽകുന്നു. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് പകർത്താം. സിമ്പിളാണ്, ഈവൻ കുട്ടികൾക്ക് വരെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. സ്ട്രോബെറി മാത്രമേ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മുകളിൽ കുറച്ച് ബൂസ്റ്റ് നമുക്ക് വിതറി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സ്ട്രോബെറി ആയാലും കട്ട് ചെയ്ത് മുകളിൽ ടോപ്പിങ്സിൽ വെച്ച് കൊടുത്താലും അതും ഒരു ഭംഗിയാണ്. കൂട്ടുകാരെ, എല്ലാവരും മറക്കാതെ ഈ സ്ട്രോബെറി ഷേക്ക് തയ്യാറാക്കിയിട്ട് അഭിപ്രായം മറക്കാതെ പറയണേ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.